guys, this is Acha Susan and you're watching my channel Time with Acha Susan. ഞാൻ ഹുദ. അപ്പോൾ നാളെ ഫഹുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹുദ നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്? സർപ്രൈസ് നമ്മൾ വിഷ് ചെയ്യാതൊക്കെ ഇരുന്നിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെയാണ് പ്ലാൻ. നോക്കാം. അതെ പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. അതെ ഇനി നടക്കുമോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും സർപ്രൈസ് ഫഹുവിന് നാളെ സർപ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പുച്ഛമാണ്, അല്ലാണ്ട് നമ്മൾ അവളിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നാളെ നമ്മൾ സർപ്രൈസ് ആണെന്ന് പറഞ്ഞാലും അവൾ എന്തായാലും നമ്മളെ പുച്ഛിച്ചു വിടും. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതെ, നാളെ ഇവർക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ്. അപ്പം ഞാനും നാത്തും റൂമിൽ കാണും. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ പുറത്ത് ചെന്ന് കേക്ക് വാങ്ങിച്ച് റൂമിൽ ഇവർ വരുമ്പോഴത്തേക്കിന് കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഒരു സർപ്രൈസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നടക്കുമോ എന്നോ നമുക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും അല്ലേ? നടക്കും. അതെ, അപ്പോൾ ഇനി ബാക്കി നാളെ കാണാം. ഹലോ, അപ്പോൾ ഇന്ന് ഫഹുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളാണെങ്കിൽ അവളെ വിഷ് ഒന്നും ചെയ്തിട്ടില്ല. അവൾ വിചാരിച്ച് നമ്മൾ മറന്നു പോയെന്ന്. ഇപ്പോൾ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയേക്കോ. അപ്പോൾ നമ്മളെ ഉള്ളു ഇവിടെ. അപ്പം നമ്മൾ പുറത്ത് നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അവൾ വരുമ്പോഴത്തേന് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ. നമ്മൾ പുറത്ത് പോവാണ് കേക്ക് വാങ്ങിക്കാനായിട്ട്. ഗൈസ്, നമ്മളപ്പോൾ പോകുന്നത് ഇവിടെ അടുത്തൊരു ജംഗ്ഷനിലേക്കാണ്. നമ്മൾ പോകാൻ കുറച്ച് സമയമുള്ളതുകൊണ്ട് കുഞ്ഞിലിയുടെ ചളി കേട്ടിട്ട് വേണം നമ്മൾ പോകാൻ. അതാണ് അൺസഹിക്കബിൾ. ഈ വെയിലത്ത് ഞങ്ങൾക്ക് കണ്ണോലും കാണുന്നില്ല. ഞങ്ങൾ എങ്ങനെ അപ്പുറം വരെ എത്തും? മിക്കാറും ഞങ്ങളെ പട്ടി കടിച്ചു പറിക്കും. ഗൈസ്, ഞങ്ങൾ പട്ടിയിട്ട് ഓടിച്ചു. അടുത്ത പട്ടിയോ? ഇവരെ കൊണ്ടാണ് ഞാൻ കേക്ക് വാങ്ങിക്കാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കേക്ക് ഇനി ഒരു പട്ടിയൊക്കെ ഉണ്ടായി ഒരു കേക്ക് എടുത്ത് എറിയോന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. 11:45 അവൾ 12 മണിയാകുമ്പോൾ വരും. ഈ 15 മിനിറ്റ് കൊണ്ട് വേണം ഞങ്ങൾ വാങ്ങി ഇനി തിരിച്ച് ചെന്ന് അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്. സമയമില്ലാത്ത നേരത്തും വ്ളോഗ് എടുക്കാൻ കാണിക്കുന്ന എൻ്റെ ആ ഒരു മനസ്സ് നിങ്ങളെ കാണാൻ പോകരുത്. ഇത് നമ്മളപ്പോൾ ഫഹുവിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് കേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു ഗൈസ്. 2000 years later. ഹാപ്പി സർപ്രൈസ് പ്രതീക്ഷിച്ചായിരുന്നോ? എനിക്കറിയാം എങ്ങനെ ആയാലും നീയൊക്കെ ചെയ്യുമോ. ഞങ്ങൾ ഇത്രയും വിഷ് പോലും ചെയ്യാതിരുന്നിട്ട് നിനക്ക്. അല്ല, ആക്ച്വലി എനിക്ക് അതാണ് ഇഷ്ടം, വിഷ് ചെയ്യാത്തത്. അതെനിക്കറിയാം. അതെ, നമ്മൾ കഷ്ടപ്പെട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പട്ടിയൊക്കെ ഇട്ട് ഓടിച്ച്. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. അങ്ങനെ ഫഹുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ട് അവള് ഞങ്ങളെ പൂച്ചിച്ചു. എന്ത് ചെയ്യാനാ? അതെ, അവളുടെ ഇപ്പൊ എത്രാം വയസ്സ്? 40. അല്ലേ, എനിക്ക് എത്ര വയസ്സൊന്നും ആയിട്ടില്ല, 21. അതെ, ചർമ്മം കണ്ടാ പറയത്തില്ല പ്രായം, പക്ഷെ നല്ല പ്രായം ഉണ്ടല്ലേ. കണ്ടു, പുച്ഛാണ് ഗൈസ്. ഫഹു എന്ന് വെച്ചാൽ ഫഹുവിന്റെ പര്യായം പുച്ഛമെന്നാണ് കേട്ടോ.